ഹാരിയർ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളം 2024 അവരുടെ UG അഡ്മിഷൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആൽബർട്ട്സിൻ്റെ വെബ്സൈറ്റ് albirts.edu.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ബോക്സ് കാണും. ഇതിൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഒരു മെനു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തവർക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ആൽബർട്ട്സ് ഓട്ടോണമസ് ആണ്. സോ അവരുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണമായിരുന്നു, നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തവരിൽ നിന്ന് ആൽബർട്ട്സ് തന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ എക്കണോമിക്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം, അക്വാകൾച്ചർ, BSc കോഴ്സുകൾ, പിന്നെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, അങ്ങനെ ഓരോ കോഴ്സുകളുടെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിലൊക്കെ നോക്കുക. ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെ ഇതിൽ നിങ്ങൾ ഏതാണ്, ആർട്സ് ആണോ, സ്പോർട്സ് ആണോ, ജനറൽ ആണോ, SC ST ആണോ, കമ്മ്യൂണിറ്റി ഓർ മാനേജ്മെൻറ്റ് ആണോ എന്നുള്ള ഇതിൽ നോക്കുക. അപ്പോൾ ഞാൻ ജനറൽ, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് PDF കിട്ടും. ഇപ്പോൾ ഞാൻ ജനറലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആ ജനറലിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ PDF കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഇവിടെ വന്നേക്കുന്നത് സ്നേഹ KT ആണ്. ഇൻഡെക്സ് മാർക്ക് 1453 ആണ്. BA എക്കണോമിക്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് വന്നേക്കണം. ഇതുപോലെ ഓരോരുത്തരുടെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെല്ലാവർക്കും അഡ്മിഷനല്ല. ഇതിൽ ആദ്യം വരുന്ന കുറച്ച് പേര് അവർ ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ വരാനായിട്ട് അവർ പറയും ഒരു ഡേറ്റ്. ആ ഒരു ഡേറ്റിലാണ് ചെല്ലേണ്ടത്. ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം, അപ്പോൾ ആ ഡേറ്റ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവർ ഒത്തിരി വിശദമായിട്ട് വൺഡേ ആകുമ്പോഴത്തേക്കും അത് പബ്ലിഷ് ചെയ്യും. വെബ്സൈറ്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ അതുപോലെ ഓരോ കോഴ്സിൻ്റെ, ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് ആണല്ലോ എടുത്ത് നോക്കിയത്, അതുപോലെ ഇംഗ്ലീഷ് അങ്ങനെ നോക്കുക. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ നോട്ടിഫിക്കേഷനൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ഷെഡ്യൂളിൽ എന്താണ് പറയുന്നതെന്നുള്ളത്. ഓക്കെ, അഡ്മിഷൻ ഷെഡ്യൂള് പറയുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ഇന്ന് 6 മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിപ്പോർട്ടിംഗ് ഓഫ് എറേഴ്സ് ഇൻ ദ താൽക്കാലിക റാങ്ക് ലിസ്റ്റ്. അതായത് ഇപ്പോൾ വന്നേക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം 1-ാം തീയതി 4 മണി വരെയാണ്. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എല്ലാത്തിൻ്റെയും. അത് 3-ാം തീയതിയാണ്. 3-ാം തീയതി 6 മണിക്കാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ കൂടെ ഇടും, എത്ര റാങ്ക് മുതൽ എത്ര റാങ്ക് വരെ ഉള്ളവർ വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്പോർട്സിൻ്റെയും കൾച്ചറൽ കോട്ടയുടെയും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ടയുടെയും അഡ്മിഷൻ നടക്കുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ സ്പോർട്സ് കോട്ടയൊക്കെ മിക്കവാറും എല്ലാവരെയും വിളിക്കാറുണ്ട്. എന്തായാലും നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷൻ അവർ തരും എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ മറ്റ് ഓൾ അതർ കോട്ട, BCom ഓണേഴ്സ് എല്ലാ 5 ബാച്ചസിലേക്കും ഉള്ള, അതുപോലെ തന്നെ BVOC പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, BBA ഓണേഴ്സ്, സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ്, BVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ 5-ാം തീയതിയാണ് നടക്കുന്നത്. ബാക്കി കുറച്ച് കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അത് 6-ാം തീയതിയാണ്. പിന്നെ അങ്ങനെ ഓരോ കോഴ്സുകളുടെയും അവർ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ എല്ലാവരെയും വിളിക്കാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും വിളിക്കും, അല്ലെങ്കിൽ ഇന്ന റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ വരെ, അതായത് ആ നമ്പർ ഉണ്ടല്ലോ, 1 റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡെക്സ് മാർക്ക് ഇട്ടേക്കുന്ന ആ ഒരു 1, 2 എന്നുള്ള ആ ഒരു ഓർഡർ നമ്പർ, അതുവരെയുള്ള കുട്ടികൾ വരാൻ പറയും. എന്തായാലും നമുക്ക് ഈ ഒരു ജോയിനിങ് ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോയിനിങ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതായത് 4-ാം തീയതി മുതൽ എന്നുള്ള ആ ഒരു ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇൻസ്ട്രക്ഷൻ നമുക്ക് വെബ്സൈറ്റിലൂടെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.